വെൽക്കം ബാക്ക്. ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ വാലന്റൈൻസ് ഡേക്ക് തയ്യാറാക്കിയിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഷെയർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ അന്ന് ഒരു ഐസ്ക്രീം ചിക്കൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണണം കേട്ടോ അത്. അപ്പോൾ ഇത് നമുക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുക്കീസ് ചോക്ലേറ്റ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കി നോക്കാം. അതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണ് നോക്കാം. ഞാനിപ്പോൾ ഒരു 20 കുക്കീസിലേക്കുള്ള മെഷർമെൻ്റ് ആണ് പറയുന്നത്. അതിലേക്കൊരു 100 ഗ്രാം ബട്ടർ വേണം. അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അൽമറായി ബ്രാൻഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, റൂം ടെമ്പറേച്ചറിലായിരിക്കണം ബട്ടർ. അതായത് നന്നായിട്ട് സോഫ്റ്റ് ആയിരിക്കണം. ഫ്രീസറിൽ നിന്ന് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ പുറത്ത് വെക്കണം. എന്നിട്ട് സോഫ്റ്റ് ആയ ശേഷം മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവൂ. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ഒരു 1/4 കപ്പോളം എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ അല്പം കുറച്ചെടുക്കാം. പിന്നെ മൈദ വേണം. അത് 1 കപ്പ് ലെവൽ ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് നിറയെ എടുത്തിട്ടുണ്ട് ലെവൽ ചെയ്തിട്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആൽമണ്ട് ഫ്ലോർ വേണം. അതിനായിട്ട് ഞാൻ അല്പം ബദാം എടുത്തിട്ടുണ്ട് ആൽമണ്ട് ഫ്ലോർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അല്പം നട്ട്സ് എടുത്തിട്ടുണ്ട്. അത് മസ്റ്റ് അല്ല, പക്ഷെ നട്ട്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. വാൾനട്ട് എടുത്തിട്ടുണ്ട്, ബദാം എടുത്തിട്ടുണ്ട്, അതുപോലെ കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. എല്ലാം കുറേശ്ശെ എടുത്താൽ മതി. ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ആൽമണ്ട് ഫ്ലോർ തയ്യാറാക്കാം. ആൽമണ്ട് ഫ്ലോർ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, ഒരു 1/4 കപ്പ്. അല്ലെങ്കിൽ ഇതുപോലെ ബദാം ഒരു 1/4 കപ്പ് എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കുക. എന്നിട്ട് ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് നേരം നട്ട്സ് ഒന്നും നമ്മൾ ബ്ലെൻഡറിൽ പൊടിച്ചെടുക്കാൻ പറ്റില്ല, കാരണം അതിലെ ഓയിൽ പുറത്തേക്ക് വരും. അപ്പോൾ നമുക്കിത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരു 1-2 തവണ ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരുപാട് നേരം വെച്ചിട്ട് പൾസ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അല്പം പഞ്ചസാര ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. എന്നാലേ നമുക്ക് ആ ഒരു പൊടിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കുക്കീസിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നല്ല ഫൈനായിട്ടുള്ള ആൽമണ്ട് ഫ്ലോർ റെഡി ആയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം, നല്ല ഫൈനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ ഒരു വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ആയിരിക്കണം. അതായത് ഫ്രീസറിൽ നിന്ന് ഒരുപാട് മുന്നേ പുറത്ത് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് വേണം നമുക്ക് ഈ ഒരു റെസിപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബട്ടർ നന്നായിട്ട് നമുക്കൊന്ന് ക്രീമി ആക്കി എടുക്കണം. സ്പാറ്റിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് ക്രീം ചെയ്തെടുക്കണം ബട്ടർ. ഇനി ഇതിലേക്ക് പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ പഞ്ചസാര വല്ലാണ്ട് പൊടിയാക്കിയിട്ടല്ല ചേർക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറേശ്ശെ ഇട്ട് കൊടുത്താലേ നന്നായിട്ട് മിക്സായി വരുള്ളൂ ഈ ബട്ടറുമായിട്ട്. നമ്മൾ കേക്കും അതുപോലെ കുക്കീസും ഒക്കെ റെഡിയാക്കുമ്പോൾ എപ്പോഴും അതിലേക്ക് ചേർക്കുന്ന എല്ലാ ചേരുവകളും റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് പാല്, മുട്ട, ബട്ടർ, തൈര്, ഇതെല്ലാം മോര്, ഇതെല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഒട്ടും തന്നെ തണുപ്പ് പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അൺസോൾട്ടഡ് ബട്ടർ ആയതുകൊണ്ടാണ്. സോൾട്ടഡ് ബട്ടറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആൽമണ്ട് ഫ്ലോർ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്ലോറാണ്. പിന്നെ ഇത് നല്ല ഫൈനായിട്ട് പൊടിയായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് അരിപ്പയിലൂടെ അരിക്കാതെ ചേർക്കുന്നത്. അത്ര ഫൈനായിട്ട് കിട്ടിയില്ല എന്നാണെങ്കിൽ ഒന്ന് അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അതും ഈ ബട്ടറും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിൽ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഇപ്പോൾ 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ കുറേശ്ശെ വേണം നമ്മളത് കമ്പൈൻ ചെയ്ത് കൊടുക്കാൻ. അല്ലാണ്ട് നേരിട്ട് നമ്മളെല്ലാം കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക. ഞാനിതൊരു ജാപ്പനീസ് കുക്കിംഗ് ചാനലിൽ നിന്ന് കണ്ട ഒരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ ഞാനതൊന്ന് തയ്യാറാക്കി നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെതായ രീതിയിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. നട്ട്സൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ശരിക്കും ഇത് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യാതെ നേരിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ കുക്കി ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കാനുണ്ട്.
അത് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. വലിയ കഷ്ണങ്ങളായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാകുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത്. നട്ട്സ് ചേർക്കാതെയും ഈ ഒരു റെസിപ്പി തയ്യാറാക്കാം, പക്ഷെ നട്ട്സ് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കുക. കുറച്ച് ചേർത്താൽ മതി, ഒരുപാടൊന്നും വേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ കുക്കി ഡോ റെഡി ആവും. പിന്നെ വല്ലാണ്ട് കുഴച്ചെടുക്കേണ്ട ഒന്നും ആവശ്യം വരുന്നില്ല. ഇതുപോലെ ചെറുതായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ കുക്കി ഡോ ഒന്ന് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി നമുക്ക് ക്ലിംഗ് റാപ്പ് വേണം. എൻ്റെ അടുത്ത് അത് ഇല്ലാത്തതുകൊണ്ട് ഞാനിതുപോലെ നമ്മളുടെ സിപ്ലോക്ക് ബാഗ് എടുത്തിട്ട് അതിലേക്ക് ആണ് ഇത് മാറ്റുന്നത്. അതിൽ വെച്ചിട്ടാണ് ഞാനിത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. ഒരു ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കിയെടുക്കണം. അത്യാവശ്യം തിക്നെസ്സോട് കൂടിയിട്ടുള്ള ഒരു ഷേപ്പ് ആക്കിയെടുക്കുക ഈ ഡോ. നല്ല ടൈറ്റായിട്ട് അത് നമ്മൾ കവർ ചെയ്തിട്ട് ഇതൊന്ന് റോളിംഗ് പിൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. വല്ലാണ്ട് തിന്നാക്കി എടുക്കണ്ട, നമുക്ക് അല്പം തിക്നെസ് ഉള്ള കുക്കീസാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ കുക്കി ഡോ നന്നായിട്ട് ഫ്ലാറ്റൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് അല്പം നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ. അല്ലാണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിൽ കിട്ടില്ല. അപ്പോൾ ഒരു 30 മിനിറ്റ് നമ്മൾക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കി എടുക്കാം. അപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കുക്കി ഡോ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിത് ചെറിയ ചെറിയ സ്ക്വയർസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്ക്വയർസ് ആയിട്ട് കട്ട് ചെയ്യുന്നത്. ഈക്വലായിട്ട് തന്നെ കട്ട് ചെയ്യുക. വേണമെങ്കിൽ ഒന്ന് മെഷർ ചെയ്തിട്ട് ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അല്ലാണ്ട് നമ്മൾ കുക്കീസ് മാത്രമാണ് ആക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുക്കി കട്ടേഴ്സ് യൂസ് ചെയ്തിട്ട് പല ഷേപ്പിലും ആക്കിയെടുക്കാം ഈ ഒരു കുക്കീസ്. ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്യാതെ നേരെ കുക്കീസായിട്ട് കഴിക്കാനാണെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലോ അല്ലെങ്കിൽ ഹാർട്ട് ഷേപ്പിലോ ഒക്കെ നിങ്ങൾക്കിത് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന പീസസ് എല്ലാം കൂടി നമ്മൾ ഒന്നുകൂടെ റോൾ ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി എടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ചെറിയ ചെറിയ സ്ക്വയർസ് ആയിട്ട് എടുക്കാം. പിന്നെ ഇത് വല്ലാണ്ട് കനം കുറച്ചിട്ട് പരത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത്യാവശ്യം തിക്നെസ് വേണം, എന്നാലേ ഈ ഒരു കുക്കീസ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വല്ലാണ്ട് തിന്നായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ബേക്കിംഗ് ട്രേൻ്റെ മുകളിൽ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ ഈ കുക്കീസ് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നത്. കുറച്ച് ഗ്യാപ്പ് വെച്ച് കൊടുക്കുക ഓരോ കുക്കീസിൻ്റെയും ഇടയ്ക്ക്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ബാക്കി വന്നിട്ടുള്ള ഡോ ഒന്നുകൂടെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. 200 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റ് നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം ഓവൺ. എന്നിട്ട് വേണം ഇത് ഒന്ന് പരത്തിയെടുക്കാൻ കേട്ടോ, അത് മറന്നു പോകണ്ട. അപ്പോൾ ബാക്കിയുള്ള ഡോയും ഞാനിതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ സ്ക്വയറായിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതും ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റാം. വീണ്ടും ലെഫ്റ്റ് ഓവർ വന്നത് ഇതുപോലെ റോൾ ചെയ്തിട്ടൊന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കുക്കി ഡോ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഓവണ് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബേക്ക് ചെയ്യേണ്ടത് 160 ഡിഗ്രിയിൽ നമ്മൾ ഒരു 20 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രീഹീറ്റ് ചെയ്ത ഓവനിലാണ് ഞാനിത് വെക്കാൻ പോകുന്നത് കേട്ടോ. പ്രീഹീറ്റ് ചെയ്യാതെ നേരിട്ട് കുക്കീസോ അല്ലെങ്കിൽ കേക്ക്സോ ഒന്നും ബേക്ക് ചെയ്യരുത്. ഞാനിപ്പോൾ ഈ കുക്കീസ് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴത്തെ റാക്കിലാണ് വെക്കുന്നത്. ഞാൻ ടൈമർ വെക്കുന്നത് 20 മിനിറ്റാണ്. അപ്പോൾ നമ്മുടെ കുക്കീസ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇതിപ്പോൾ ഈ ചൂടോട് കൂടിയിട്ട് ഈ കുക്കീസ് ഭയങ്കര സോഫ്റ്റ് ആവും. പക്ഷേ ഒരു 10 മിനിറ്റ് നമ്മളിത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഹാർഡ് ആവും.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുക്കീസ് തൊട്ട് നോക്കിയിട്ട് അത് റെഡി ആയിട്ടുണ്ടോയെന്ന് മനസ്സിലാവില്ല നമ്മൾ തയ്യാറാക്കിയ ഉടനെ. അപ്പോൾ നമ്മുടെ കുക്കീസ് ഇപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് ഹാർഡ് ആയിട്ടുണ്ട്. ഇതെല്ലാം ബേക്കിംഗ് പേപ്പറിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കുക്കീസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നട്ട്സിൻ്റെ ആ ഒരു ടേസ്റ്റും ഫ്ലേവറൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ കഴിക്കാൻ. നമ്മളിപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്ന് ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വേ ആണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് അല്പം കോമ്പൗണ്ട് ചോക്ലേറ്റ് വേണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുക, എന്നാലേ നന്നായിട്ട് പെട്ടെന്ന് മെൽട്ടായി കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് ഡബിൾ ബോയിലിംഗ് വേണമെങ്കിൽ ചെയ്യാം, ഇത് മെൽട്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ബൗളിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഈ ചോക്ലേറ്റ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ആ ബൗള് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ തനിയെ അത് മെൽട്ടായിക്കോളും, നമ്മൾ നോക്കേണ്ടെന്ന് ആവശ്യം വരുന്നില്ല. ഈ ഒരു മെത്തേഡാണ് എനിക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് തോന്നിയത്. കാരണം നമ്മളിതിപ്പോൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് മെൽട്ടാക്കി എടുക്കുകയാണെങ്കിൽ നമ്മൾ കൂടെ നിൽക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമ്മൾ അവിടെ ഒരു ഭാഗത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തനിയെ മെൽട്ടായിക്കോളും. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട് നമ്മുടെ ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് മെൽട്ടായിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റോ മിൽക്ക് ചോക്ലേറ്റോ ഒക്കെ എടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ വാലന്റൈൻസ് ഡേക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് മാറ്റി വെക്കുന്നുണ്ട്. അല്പം വൈറ്റ് കളേർഡും ചോക്ലേറ്റ് കുക്കീസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അല്പം മാത്രമേ മാറ്റി വെക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. താഴെ ഇപ്പോഴും ചൂട് വെള്ളമുണ്ട് കേട്ടോ, അതിന് മുകളിലാണ് ഞാനിപ്പോൾ ഈ ചോക്ലേറ്റ് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാനിപ്പോൾ എല്ലാ കുക്കീസും ഇതുപോലെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നില്ല, കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് മാത്രം ചോക്ലേറ്റ് മെൽട്ടാക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് മെൽട്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കുക്കീസും ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഈ ചോക്ലേറ്റിൽ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റണം. ഞാനിവിടെ ഒരു കാര്യം വിട്ടുപോയി, ബേക്കിംഗ് പേപ്പർ വെക്കാൻ വിട്ടുപോയി. അതുകൊണ്ട് തന്നെ എടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടേണ്ടി വരും നമ്മളത് ബേക്കിംഗ് പേപ്പർ വെക്കാതെ നേരിട്ട് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ചോക്ലേറ്റ് കുക്കീസ് അല്ലെങ്കിൽ കുക്കീസ് ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോഴേ അതിൻ്റെ മുകളിൽ അല്പം പിസ്ത സ്ലൈസസും വെച്ച് കൊടുക്കാം, എന്നാലേ അതിൽ സെറ്റ് ആവുള്ളൂ. നമ്മൾ ഡ്രൈ ആയ ശേഷം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റ് ആവില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കുക്കീസും ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് രണ്ടും ടേസ്റ്റ് ഉണ്ട്, അതായത് കുക്കീസ് ഒറ്റയ്ക്ക് കഴിക്കാനും അതുപോലെ ഈ ചോക്ലേറ്റിൽ കോട്ട് ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. സ്വീറ്റ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു റെസിപ്പി നന്നായിട്ട് ഇഷ്ടമാവും, അത് ഷുവറാണ്. ഒത്തിരി ചോക്ലേറ്റ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കുക്കീസ് എടുത്തിട്ട് വൈറ്റ് ചോക്ലേറ്റിലും നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് മുകളിലും ഇതുപോലെ പിസ്ത സ്ലൈസസ് വെച്ച് കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ ഈ റെഡ് കളേർഡ് കുക്കീസ് ചോക്ലേറ്റ് ഒന്നുകൂടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അല്പം വൈറ്റ് ചോക്ലേറ്റ് ബാക്കിയുള്ളത് അതിന് മുകളിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആവുന്നത് വീഡിയോ. ശരിക്കും പറയുകയാണെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്നൊരു കുക്കീസ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ കുക്കീസ് ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് സെറ്റ് ആവും കേട്ടോ, ഒരു 5-10 മിനിറ്റ് ഇതുപോലെ പുറത്ത് വെച്ചാൽ തന്നെ സെറ്റ് ആവും, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ കോമ്പൗണ്ട് ചോക്ലേറ്റിനെ യൂസ് ചെയ്യുക, എന്നാലേ ഈ ഒരു ടെക്സ്ചർ കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ കുക്കീസ് ചോക്ലേറ്റ് വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ചോക്ലേറ്റ് ആണ്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാനും പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഈ ഒരു ചാനൽ ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തരാനും മറക്കരുത്. ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. Thank you.